ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇക്കണോമി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് പാർട്ടുകൾ ഒക്കെ കവർ ചെയ്ത് പോകുന്നത് ഏകദേശം മുഗൾ എംപയർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ആ മുഗൾ എംപയറിൽ തന്നെ നമ്മൾ ജഹാംഗീർ, ഷാജഹാൻ, അക്ബർ, പിന്നെ ബാബർ തുടങ്ങിയ കുറേ നമ്മുടെ രാജവംശത്തിൽ നടന്ന ഓരോരോ കോൺട്രിബ്യൂഷനും നമുക്ക് അവർ തന്ന എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പല നികുതി സംബന്ധിച്ചുള്ള പല ടാക്സേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന തരം പല കാര്യങ്ങളും അവരെ ഒരു മുഗൾ എംപയറിൽ നടന്ന പല ക്യാരക്ടർ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന പല സംഭവങ്ങളും നമുക്കിപ്പോഴും എന്താണ് ഒരു മുതൽക്കൂട്ടാണ്. അതേപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കാലയളവിൽ, അതായത് ആ ഒരു ഏർലി പീരീഡിൽ തന്നെ നമ്മുടെ മുഗൾ എംപയർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇതിൽ ഡൽഹി സുൽത്താനേറ്റ് അറിയാലോ. ഡൽഹി മുഗൾ ഭരണകാലഘട്ടത്തിലാണ് നമ്മൾ ആരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ബാബർ, അക്ബർ, ഹുമയൂൺ, അവരുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മുഗൾ കാലഘട്ടത്തിന് ശേഷം വരുന്ന സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൽ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, അതായത് ആ സമയത്ത് ഉണ്ടായ നികുതി ചുമത്തലും ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ അത് സക്സസ്ഫുൾ ആയി, അത് ഫോളോ ചെയ്യാൻ ജനങ്ങൾ ആപ്റ്റ് ആയോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായോ, അവരെങ്ങനെ ഇത് കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് നികുതി ഭാരം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡൽഹി സുൽത്താനേറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ഭാഗം നമ്മൾ പഠിക്കുന്നത്? ഡൽഹി സുൽത്താനേറ്റ് ആണ്. അതിൽ തന്നെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിലാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മിസ് ജസ്റ്റ് വായിച്ചു തരാം. എന്താണ് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടായ കാര്യങ്ങൾ, അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ അവരുടെ ആ ഒരു ഭരണകാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ. Okay, with the establishment of Delhi Sultanate, a new ruling class emerged in India. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള ഒരു വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡൽഹി സുൽത്താൻ എ ന്യൂ റൂളിംഗ് ക്ലാസ് മീൻസ് ഒരു ഭരണവർഗം, നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു ഭരണവർഗം ഉദയം ചെയ്തു. ഏത് സമയത്ത്? നമ്മുടെ സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ പുതിയൊരു രാജവംശം, അതായത് സുൽത്താനേറ്റ് എന്ന് പറയുന്നൊരു ഭരണകൂടം നിലവിൽ വന്നു. ദ ന്യൂ ക്ലാസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. Somehow institution were also introduced. After coming of Mughal, some of these changes a few new got introduced. An administrative institution of their roots and Arab and Central Asia from their new ruling group in came. അപ്പം നമ്മൾ പറഞ്ഞ അറബികളൊക്കെ വിദേശികളൊക്കെ നമ്മൾ ഇന്ത്യയിൽ വന്നു. നമ്മുടെ റോ മെറ്റീരിയൽസും നമ്മുടെ എക്കണോമിക്കലി നമ്മളെന്ത് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത്യാവശ്യം ഗുഡ് ആൻഡ് സർവീസസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയതൊക്കെ ആണ് നമുക്കറിയാം, ഈ അറബ്സ് വന്നതും. അപ്പം അതിനുശേഷമാണ് ഈ സുൽത്താനേറ്റ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ സ്പ്രെഡ് ആവുന്നതും. അവരും നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള വിദേശികളെ ആകർഷിക്കുന്ന രീതിയിൽ ഇന്ത്യയെ മാറ്റാനും തുടങ്ങി. The new administrative system and institution contributed to consolidation of the Sultanate and Mughal Empire. അതായത് ഈ സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മുഗൾ എംപയറിനെയും നമ്മുടെ സുൽത്താനേറ്റ് എംപയർ രണ്ടും കൂടി കൺസോളിഡേറ്റ് ഏകോപിപ്പിക്കുക എന്ന് മലയാളത്തിൽ പറയും. എന്നിട്ട് മുഗൾ ഭരണകാലത്തുള്ള സംഭവങ്ങളും സുൽത്താനേറ്റ് ഭരണകാലത്ത് സംഭവിച്ചത് രണ്ടും കൂടി നല്ലത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും, ഒന്ന് ഏകീകരിക്കുക. എന്നാൽ ജനങ്ങൾക്ക് കൂടുതൽ ഗുണമുള്ള തരത്തിലുള്ള നികുതിയോ അല്ലെ എക്കണോമിക് എന്തെങ്കിലും സ്ട്രാറ്റജിയോ ഒക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം. ഓക്കെ, ദാറ്റ് ഈസ് ദ കൺസോളിഡേഷൻ ബിറ്റ്വീൻ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ എംപയർ. അത് മറന്നു പോകരുത് ആ പോയിന്റ് കേട്ടോ. ഇറ്റ് വുഡ് ബി പോസിബിൾ ഫോർ us to discuss all aspects of administration period on 500 years a small lesson, and the ruling of kept changing during this. These institutions were used by various rulers of this purpose also. The rulers from the time of include people of various social classes and administrative apparatus order to have a social harmony. എങ്ങനെ നോക്കിയാൽ ഒരു സോഷ്യൽ ഹാർമണി, സോഷ്യൽ കമ്മ്യൂണിറ്റിയിലെ സോഷ്യൽ മീൻസ് സാമൂഹികപരം. കമ്മ്യൂണിറ്റി, ജനങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ്? കമ്മ്യൂണിറ്റിയിലാണ്, സമൂഹത്തിലാണ്. അപ്പോൾ സാമൂഹികപരമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലും ആവുന്നുണ്ടോ ആവാത്ത രീതിയിലാണ് ഇവർ ഓരോ നികുതികളും എക്കണോമിക്കലി തന്നെ പ്രധാനമായിട്ട് എന്താ ടാക്സ് ചുമത്തുന്നതാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട കർഷകരൊക്കെ ജോലി ചെയ്ത് അവർക്ക് നികുതി ചുമത്തുന്നതും അവരെ അടക്കാൻ കഴിയാതെ, ഇതൊക്കെ തന്നെയാണ് പൊതുവെ അരങ്ങേറുന്ന സംഭവങ്ങൾ. അങ്ങനെയാണോ എന്താ നോക്കാം.
about the nature and composition of Sultanate Mughal ruling class. മുഗൾ റൂളിങ്ങും സുൽത്താനേറ്റും കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് ഭരണം നടത്തിയിരുന്നത്. അണ്ടർസ്റ്റാൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ഡൽഹി സുൽത്താൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റുകൾ, ഏതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ദ പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് സുൽത്താനേറ്റിലെ പ്രൊവിൻഷ്യൽ മീൻസ് പറഞ്ഞില്ലല്ലോ എന്താണ് പ്രൊവിൻഷ്യൽ, പ്രാദേശികപരമായിട്ട് ഇവർ ചുമത്തുന്ന നികുതികളുടെ ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഇക്ത സിസ്റ്റം അല്ലെ, ഇക്ത ഇതൊരു ടാക്സേഷൻ പോളിസിയാണ്. ഇക്ത ഇത് ആരുടെ മേലാണ് ചുമത്തുന്നത്, എന്താണ് ജാഗിർദാരി സമ്പ്രദായം ആൻഡ് മൻസബ്ദാരി ആൻഡ് ജാഗിർദാരി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇതൊക്കെ എന്താ പറയുക, മുതലാളിമാരുടെ എക്സ്പ്ലോയിറ്റേഷൻ സംബന്ധിച്ചുള്ള നികുതികളാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആസ് സ്ട്രക്ചർ ഓഫ് അണ്ടർ മറാത്താസ് വന്നതിന് ശേഷം എന്താ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണ പരിഷ്കാരങ്ങൾ ഒക്കെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ജാഗിർദാരി, മെൻസബ്ദാരി ഇതൊക്കെ ടാക്സേഷൻ പോളിസികളാണ്. When the Qutbuddin Aibak established himself the independent Sultanate of Lashkar, Qutbuddin Aibak എന്ന് പറയുന്ന ഒരു രാജാവാണ് സുൽത്താനേറ്റിൻ്റെ ഭരണത്തിൻ്റെ സിരാകേന്ദ്രം അല്ലെങ്കിൽ ഹെഡ്, അദ്ദേഹമാണൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ. And the administrative apparatus was continued to little face the prevailing supremacy of Sultanate in Delhi. എവിടെയാണ്? ഡൽഹിയിലാണ്. ആദ്യം അവിടെ ആരായിരുന്നു? മുഗൾ രാജവംശം. നമ്മൾ അക്ബറും ഷാജഹാനും മുംതാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പോൾ മുഗൾ കഴിഞ്ഞിട്ട് വന്നതാണ് സുൽത്താനേറ്റ്. The Sultan were aware of fact that they are ruled under subject of population was legally non-Islamic. The Sultan and Delhi had to introduce particular measures of prevailing condition of Sultanate. അപ്പോൾ സുൽത്താനേറ്റ് ഭരണകാലത്തിലെ അഡ്മിനിസ്ട്രേഷൻ അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തിലേക്ക് വരുന്നത്, ഇക്ത സിസ്റ്റം എന്ന ടാക്സേഷൻ പോളിസിയിലും അലാവുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരത്തിലും. ജാഗിർദാരി സിസ്റ്റം ഇറ്റ്സ് എ ലാൻഡ് ടാക്സേഷൻ പോളിസി ആൻഡ് മൻസബ്ദാരി സിസ്റ്റം ഇറ്റ് ഓൾസോ എ ടാക്സേഷൻ പോളിസി. അപ്പോൾ ഇവർ നികുതി ചുമത്തുന്ന ഇത്തരം രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നതാണ് സുൽത്താനേറ്റ്.